നെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിലെ നമ്മൾ കല്യാണത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഇനിയും കുറേ ഒരു 3-4 എപ്പിസോഡിലെ ഉത്തരവാദിത്തങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുമ്പോഴേ ചില എക്സാമ്പിൾസ്, അതുപോലെ ചില ഇൻട്രാക്ഷൻസ് അതൊക്കെ പറയും. ശ്രദ്ധയോട് കേൾക്കുക. ചിലപ്പോൾ പറയുന്ന പേരുകളോ ഒക്കെ പറയുന്നത് അതൊക്കെ ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് പറയുന്നത്. നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഇൻസിഡൻ്റ് ആണ് എന്നൊരിക്കലും നിങ്ങൾക്ക് തോന്നരുത്. കാരണം അത് ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് പല പേരുകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഇത് നമുക്ക് ഒരുപാട് ഇതിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. പലരും ചിന്തിക്കാത്ത പല കാര്യങ്ങളുണ്ട് എന്ന് ഓർക്കുക. ഈ എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള ഉത്തരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നമുക്കറിയാം, പലരും പറയുന്ന പല ടൈപ്പ് ഉത്തരങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ അമ്മയെ നോക്കാൻ ആളില്ല, അല്ലെങ്കിൽ ഈ വരുമാന മാർഗത്തിന് വേണ്ടി കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ നല്ല കുടുംബം നടത്താനായിട്ട് കല്യാണം കഴിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് പറയുന്നത്. അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ കല്യാണം കഴിക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കഴിഞ്ഞൊരു മീറ്റിങ്ങിൽ ഒരാൾ പറഞ്ഞു, എന്തിനാ കല്യാണം കഴിക്കുന്നത്, ദുർനടപ്പുണ്ടാകാതിരിക്കാൻ. ശരിയാണ്, ദുർനടപ്പുണ്ടാകാതിരിക്കാനും കല്യാണം കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുന്നത്. ചിലർ അങ്ങ് പെട്ടുപോയി എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നവരുമുണ്ട് കല്യാണത്തെക്കുറിച്ച്. എന്നാൽ ദൈവമാണ് ഈ കല്യാണം അല്ലെങ്കിൽ കുടുംബത്തെ നിലനിർത്തുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചത്. ദൈവം അങ്ങനൊരു കുടുംബത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ആ കുടുംബത്തിൽ പാലിക്കപ്പെടണം. ദൈവത്തിൻ്റെ ചട്ടങ്ങൾ കുടുംബത്തിൽ പാലിക്കപ്പെടണം എന്നുള്ള ആണ് ആദ്യം എൻ്റെ തുടക്കത്തോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറിയ യൂണിറ്റായിട്ടാണ് വരുന്നത്. ഇപ്പോഴേ പ്രത്യേകിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു. കൂട്ടുകുടുംബങ്ങളിൽ കല്യാണം കഴിക്കുന്ന പുരുഷൻ്റെ അപ്പനും അമ്മയും ഉണ്ടാവും. അതുപോലെ കല്യാണം കഴിക്കുന്ന പുരുഷൻ്റെ സഹോദരനും സഹോദരിയും ഉണ്ടാവും. ചിലപ്പോൾ സഹോദരങ്ങളുടെ ഭാര്യ ഉണ്ടാവും, അതും ഉണ്ടാവും. അതായത് ഇങ്ങനെ ഫാദറിലോ, മദറിലോ, ഡോട്ടറിലോ, ബ്രദറിലോ ഇങ്ങനെയൊക്കെയുള്ള വലിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, ഈ കൂട്ടുകുടുംബങ്ങളിൽ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യക്തികളുള്ളതുകൊണ്ട് ആശയപ്പൊരുത്തങ്ങളിലെ വ്യത്യാസങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരവയ്പ്പുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ ഒരുപോലെയല്ല, ഒരു മനുഷ്യൻ്റെ പോലെ അല്ല അടുത്ത മനുഷ്യൻ. ഇന്ന് വ്യത്യാസമുണ്ട്. ഒരു അമ്മയ്ക്കോ ഒരു അപ്പനോ ഉണ്ടായ മക്കളാണെങ്കിൽ പോലും ആശയങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒന്നിൽ കൂടുതൽ ഭവനങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകൾ ഉള്ളപ്പോൾ, മാലാഖമാരെന്ന് നമ്മൾ പറയുമ്പോഴും അവർ കടന്നു വന്നു കഴിയുമ്പോഴേ ഒരപ്പൻ്റെ വയറ്റിലുണ്ടായ പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് തുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാലാഖയായിട്ട് പല ഭവനങ്ങളിൽ നിന്ന് വരുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാനിപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പണ്ട് കൂട്ടുകുടുംബങ്ങളിലൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോരിനും വാഗ്വാദത്തിനും പിന്നീട് സെപ്പറേഷനും ഒക്കെ കാരണമായി തീർന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായി. അതുകൊണ്ടാണല്ലോ അമ്മായിയമ്മ മരുമോള് പോരൊക്കെ ഇന്ന് തീരെ കുറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ അതായിരുന്നു ഏറ്റവും പ്രധാന വിഷയങ്ങൾ. അത് സെറ്റിൽ ചെയ്യാനായിരുന്നല്ലോ പ്രധാനമായിട്ട് കൗൺസിലേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അത് സെറ്റിൽ ചെയ്യാൻ. ഇന്നിപ്പോൾ അത് കുറവാണ്. കാരണം അണുകുടുംബങ്ങളാണ്. അണുകുടുംബം എന്ന് നമ്മൾ പറയുമ്പോൾ ഇതാണെന്നുള്ളത്: ഒരു മമ്മി, ഒരു ഡാഡി, ഒരു വീട്, ഒരു പട്ടി, ഒരു കുട്ടി. ഒരു കുട്ടിയായിട്ടുണ്ട്, ഒരു കുട്ടി, ഒരു പെട്ടി. ഇത്രയേ ഉള്ളൂ. ഏത് സമയത്തും മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് അണുകുടുംബങ്ങളുള്ളത്. അതുകൊണ്ട് അവിടെ ഇവിടെ ഫാദർ-ലോയും സിസ്റ്റർ-ലോയും ബ്രദർ-ലോയും മദർ-ലോയും ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള ഇഷ്യൂസ് ഇന്ന് ഒരുപാട് കുറവാണ്. എന്നാൽ ഇവിടെയുള്ള കാര്യം, ഈ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം പലപ്പോഴും ശിഥിലമായിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്.
മറ്റേ അടുത്ത് ഇത്തിരി ഇൻട്രാക്ഷനും വഴക്കുമൊക്കെ ഉണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലെ ബന്ധം കുറച്ചും കൂടെ ദൃഢമുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്ക് പറയാനും സംസാരിക്കാനും ഒക്കെ ഭർത്താവ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പറയാൻ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റാണ്. ഇപ്പോഴേ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലി ചെയ്യുന്നവർ രാവിലെ പോയി അവരുടെ ജോലിയായി തിരക്കായി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈവൻ കുഞ്ഞുങ്ങളെ പോലും ആയമാർ നോക്കുക അല്ലെങ്കിൽ ക്രഷിലാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആ സ്റ്റൈലും കൾച്ചറും ഒക്കെ ഇത്തിരി മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ബൈബിളിലുള്ള ആ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ ഏറ്റവും പ്രധാനമാണ്, അത് നമ്മൾ മറന്നുപോയത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യമാണ്. നേരത്തെയും വായിച്ചതാണിത്. ഇത് നമ്മൾ സാധാരണ ക്രിസ്ത്യൻ മാരേജിൻ്റെ സെറമണിയിലെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായിത്തീരും. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായിത്തീരും. ലീവിങ്, ക്ലീവിങ് ആൻഡ് ബിക്കമിങ് വൺ ഫ്ലഷ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇനിയും നമ്മൾ ഒരു 3-4-5 എപ്പിസോഡിൽ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താവ്. എന്ന് വെച്ചാൽ ഭാര്യ തിരുവനന്തപുരത്തും ഭർത്താവ് മസ്കറ്റിലും ആയിട്ടുള്ള ഒരു ജീവിതമല്ല കുടുംബജീവിതം. അതുപോലെ തന്നെ അപ്പനും അമ്മയുമല്ല പുരുഷൻ്റെയും സ്ത്രീയുടെയും സ്റ്റിയറിങ് നിശ്ചയിക്കേണ്ടത്. വേറെ രീതിയിൽ പറഞ്ഞാൽ എന്ത് വന്നാലും ആദ്യം വിളിക്കുന്നത് ഭർത്താവിനെ ആയിരിക്കണം. എന്ത് വന്നാലും ആദ്യം അറിയിക്കുന്നത് ഭാര്യയായിരിക്കണം. എനിക്കൊരു പ്രശ്നം വന്നു, ഉടനെ ഞാൻ എൻ്റെ അമ്മയും അപ്പനെയും വിളിച്ചല്ല പറയുന്നത്. ഭർത്താവുമായിട്ട് സംസാരിക്കുകയും അത് സെറ്റിൽ ചെയ്യുകയും ചെയ്യാനായിട്ട് നോക്കുക. അതിനെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അപ്പനെയും അമ്മയും വിളിക്കുക. അതാണ് ഏറ്റവും ആവശ്യമായിട്ടും അഭികാമ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നത് എപ്പോഴും പ്രാധാന്യമുള്ളതാണ്. ഈ അപ്പനും അമ്മയും ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ കൂട്ടുകുടുംബങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് തുലോമില്ല. പല കാര്യങ്ങളും അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. കാരണം ജീവിതത്തിലെ പരുക്കനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവരുടെ സപ്പോർട്ടും എങ്ങനെയാണ് അവരിത് ഫേസ് ചെയ്തതെന്നൊക്കെ കുഞ്ഞുങ്ങൾ നേരത്തെ കണ്ട് പഠിച്ചിരുന്നതുകൊണ്ട് അവർക്ക് എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. അടുത്ത തലമുറയും ഈ പറഞ്ഞ പോലെ X, Y, Z ജനറേഷനും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് വിട്ടുകളയുക. ആദ്യമുള്ളത് നമ്മൾ പറയുന്ന ലീവിങ് ആണ്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജനസിസ് 2-ൽ ദൈവം പറയുന്ന ആരോടാണ്? ആദാമിനും ഹവ്വായോടുമാണ്. അത് അങ്ങനെ പറയുന്നെങ്കിലും ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആ സമയത്ത് ആദാമിനും ഹവ്വായ്ക്കും അപ്പനും അമ്മയൊന്നും ഇല്ലായിരുന്നു. കാരണം ദൈവം ഉണ്ടാക്കിയാണ്, ദൈവനാണ് അവരുടെ അപ്പൻ. അതിന് ശരിക്കും ഇത് അവരെ ഉദ്ദേശിച്ച് പറഞ്ഞെങ്കിലും ഇത് നമുക്ക് കൂടി ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അപ്പനെയും അമ്മയും വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ അവരെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയുക എന്നുള്ളൊരു കാര്യമല്ല. പിരിയാവുന്ന ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളത്. ഇന്ന് പലരും പൊസസീവാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് ദീപ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ഞാൻ പേര് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നേരത്തെ ഞാൻ പറഞ്ഞാണ്, നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചല്ല പറഞ്ഞ വേറൊരു പേരാണ്. ദീപ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥനാ വിഷയം അവരും ഭർത്താവും കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഈ പുരുഷൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. ഈ അമ്മ ഈ പുരുഷനുമായിട്ടൊരു പൊസസീവ് നേച്ചറാണ്. എന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീ ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചതെന്നും ഓർത്തോണം. അവൻ്റെ ഇനിഷ്യേറ്റീവിലല്ല കല്യാണം കഴിച്ച്, അമ്മ അന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് അനുഗ്രഹിച്ച് കല്യാണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിട്ടുപിരിയൽ, അമ്മയെ ഉപേക്ഷിക്കുകയല്ല, അവർ വേറെ വീട് എടുത്ത് താമസിക്കുകയല്ല, അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഒരു മോനേ ഉള്ളൂ.
അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ മക്കളൊന്നുമില്ല. യവന് വരുമാനമുണ്ട്, യവൾക്കൊരു ജോലിയുണ്ട്, ചെറിയൊരു ജോലിയുണ്ട്, വരുമാനമുണ്ട്. ഇവരവിടെ താമസിച്ച് അമ്മയും കൂടി ഒരുമിച്ച് താമസിക്കുക. ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്. അമ്മയ്ക്ക് ഒരിക്കലും ഈ മരുമോളുടെ കൂടെ ഒരുമിച്ച് നടക്കുകയും ഇരിക്കുകയും അവരൊരുമിച്ച് പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം മോനാണ്, സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടാണ് ദിസ് ഈസ് ദ അമ്മമാരും അപ്പന്മാരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നിങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് ചിലപ്പം നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ പേരൻസൊക്കെ ചിലപ്പം നിങ്ങളെ ഈ രീതിയിൽ ചിലപ്പം ആരെങ്കിലുമൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പം പൊസസീവായിട്ടുണ്ടാവും. എന്നാൽ അതല്ല ജീവിതം. നിങ്ങളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിൽ ആനന്ദത്തോട് ജീവിക്കുന്നത് കാണാനും സന്തോഷിക്കാനുമാണ് അപ്പനും അമ്മയും തുനിയേണ്ടത്. നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടൊന്നുമില്ല, അവർ വിട്ടുകളയത്തില്ല. എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധം പിരിയാൻ പാടില്ലാത്തൊരു ബന്ധമാണ്. പിരിയാവുന്ന ബന്ധം എന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ് പിരിയാവുന്ന ബന്ധം. കാരണം എന്താണ്? കുഞ്ഞുങ്ങളെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈമിലേക്കാണ്. അവരെ നിങ്ങൾ പോറ്റി വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടൈമിലേക്കാണ് തന്നെ. നമ്മളിപ്പോൾ ഒക്കെ പറയുന്ന ഏകദേശം ഒരു 10ാം ക്ലാസ് വരെയൊക്കെ കിട്ടും കുഞ്ഞുങ്ങളെ. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടത്തില്ല. 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ സ്ട്രീംസ്, അവരുടെ ലൈഫിലുള്ള സ്ട്രീംസിലേക്ക് അവർ തിരിഞ്ഞ് അവരുടെ ഹയർ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അതിന് ഈ ഗർഭപാത്രത്തിൽ ഉരുവായ സമയം തൊട്ട് ഒരു 15 വർഷം 14-15 വർഷമാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് മാതാപിതാക്കൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത്രയും പൊസസീവ്, അവരെ പഠിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു ലൈഫ് പാർട്ട്ണർ, ജീവിത സഖി വന്നു കഴിയുമ്പോൾ പിന്നെ അവരെ അധികം ശല്യപ്പെടുത്താനായിട്ട് മാതാപിതാക്കളെ തുനിയരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബൈബിളിലെ പ്രിൻസിപ്പിൾ അതാണ്. അവർ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അതുപോലെ തന്നെ സ്ത്രീയും അപ്പനെയും അമ്മയും വിടും. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പുരുഷനോടൊപ്പം ജീവിക്കുന്നതുകൊണ്ട് ദൂരദേശത്തൊക്കെ ഉള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രയാസം വരുന്നത്. സ്ത്രീകൾ അപ്പനെയും അമ്മയും വിട്ട് ഒരു കുടുംബമായി തീരും. പുതിയ നിയമത്തിൽ ഇത് 3 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ 4 സ്ഥലത്ത് പറയുമ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതെന്താണ്? മത്തായിയുടെ സുവിശേഷം 19:4-5 വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതേ കാര്യമാണ് പറയുന്നത്. അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായിരിക്കും. മർക്കോസ് 10:7-8 ഇത് തന്നെ പറയുന്നുണ്ട്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഇതേ കാര്യം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ഉദാഹരണം എടുത്തുകൊണ്ട് എഫേസ്യർക്ക് എഴുതിയ 5:31 പറയുന്നു, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇത് 3 പ്രാവശ്യം പുതിയ നിയമത്തിലും 1 പ്രാവശ്യം പഴയ നിയമത്തിലും പറയുന്ന 4 പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്. ഇത് ദൈവത്തിൻ്റെ എഴുതിയൊരു നിയമം നമുക്ക് തന്നിരിക്കുകയാണ്. ലീവിങ് ആൻഡ് ക്ലീവിങ്, ബിക്കമിങ് വൺ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പൊസസീവ് നേച്ചറായിട്ടിരിക്കുന്നത് ആരാണ്? ഭാര്യ ഭർത്താക്കന്മാരാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്നെടുത്തതാണ്. അതുകൊണ്ട് ഭാര്യ എപ്പോഴും ഭർത്താവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. തിരിച്ചും ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. അതിന് അവർ തമ്മിലുള്ള ബന്ധം ദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ്. അത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പിരിയാവുന്ന ബന്ധമെന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അത് പിരിയേണ്ടി വരും, പിരിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. പിരിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് തകരാറ് വരും എന്ന് മറന്നുപോയത്. ഞാൻ ഒരേ കാര്യം പറഞ്ഞോളൂ, ലീവിങ്ങിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതും ഇനിയും പറയാനായിട്ടുണ്ട്, എക്സാമ്പിൾസ് ഒരുപാട് പറയാനുണ്ട്. ഇന്ന് 15 മിനിറ്റ് സമയമായതുകൊണ്ട് ഞാനത് നിർത്തുകയാണ്. നമുക്ക് തുടർമാനമായിട്ട് ഇത് ചിന്തിക്കാം. ലീവിങ് എന്നെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും പ്രത്യേകിച്ച് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർ പല കാര്യങ്ങളും
അവരുടെ പിതാവിൻ്റെ സ്ത്രീകൾ, കുടുംബത്തിലെ സ്ത്രീകൾ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും പല കാര്യങ്ങൾ പഠിച്ച് വെച്ചിരിക്കുന്നവരാണ്. അത് പല ക്യാരി ഫോർവേഡ്സുമായിട്ടുമാണ് ഭർത്താവിൻ്റെ ഇരിക്കെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴേ, ഭവനത്തിലൊരു ഇഷ്യൂ വരുമ്പോഴേ ഉടൻ തന്നെ ഫോൺ വിളിച്ച് എന്നെ വഴക്ക് പറഞ്ഞു എന്ന്, ഭർത്താവ് വഴക്ക് പറഞ്ഞു എന്ന് പറയുമ്പോഴേ അപ്പൻ ഒരിക്കലും പറയരുത്, മോളെ നീ അവിടെ വണ്ടി കിടപ്പുണ്ടല്ലോ, വണ്ടി എടുത്ത് വാ എന്നൊരിക്കലും പറയരുത്. പിരിഞ്ഞിരിക്കാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇതെല്ലാം തന്നെ അടുത്ത ഫാമിലി പ്രോബ്ലംസ് വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായും ഈ ചിന്ത നമുക്ക് പ്രയോജനമായി എന്ന് ചിന്തിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിച്ചാൽ. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കർത്താവെ തുടർമാനമായിട്ട് മരണം വരെയും പിരിയാൻ വയ്യാത്ത പറ്റാത്ത ബന്ധമാണ് ഭാര്യ ഭർത്ത ബന്ധം. അത് കർത്താവെ ജനിച്ചു വളർന്ന ഭവനത്തിൽ നിന്ന് രണ്ടുപേരും വിട്ട് ഭാര്യയോടോ ഭർത്താവിനോടോ പറ്റിച്ചേർന്ന് ഒരുമിച്ചാകുന്ന ജീവിതമാണ് ദൈവവചനത്തിലുണ്ടല്ലോ. അതിന് വിപരീതമായി ഞങ്ങൾ കർത്താവെ ജീവിപ്പാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു മൂന്നാമതൊരാൾ ആ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആ ജീവിതത്തിലെ വിള്ളലുണ്ടാകും, അതിലെ പ്രയാസം ഉണ്ടാകും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെയും സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് കർത്താവെ ഈ ദിവസങ്ങൾ കുടുംബങ്ങളെ ഇടവരുത്തണമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാനായിട്ട്, എക്സാമിൻ ചെയ്യുവാനായിട്ട്, ഞങ്ങളുടെ ജീവിതം ഏത് രീതിയിലാണെന്ന് എക്സാമിൻ ചെയ്യുവാനായിട്ടുമൊക്കെ ദൈവമേ ഈ ദിവസങ്ങൾ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. അതുപോലെ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് കൗൺസിലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ അതിന് വേണ്ടിയുള്ള ഫോണിൽ കൂടെയോ അല്ലാതെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.